എല്ലാ കൂട്ടുകാർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് സിറ്റൗട്ടിൽ അറേഞ്ച് ചെയ്തേക്കണ കുറച്ച് പ്ലാന്റ്സ് ആണ്. സിറ്റൗട്ട് പ്ലാൻ ടൂറാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ അവരുടെ അടുത്തും കൂടിയാണ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ടേക്കുള്ള വീഡിയോസ് ഇടാനായിട്ട് പ്രചോദനമാവും കേട്ടോ. അപ്പോൾ നമുക്ക് പ്ലാൻ ടൂർ തുടങ്ങാം. അപ്പോൾ നമ്മുടെ സിറ്റൗട്ടിലെ ഫസ്റ്റ് ഈ 2 സ്റ്റെപ്പിലായിട്ട് വെച്ചേക്കുന്നത് അഗ്ലോണിമ വെറൈറ്റി ആണ് കേട്ടോ. ഈ 2 അഗ്ലോണിമയായിട്ട് വെച്ചേക്കുന്നത് ആവശ്യത്തിനുള്ള സൺലൈറ്റാണ് ഇങ്ങടേക്ക് വരുന്നുള്ളൂ. അടുത്തതായിട്ട് കാണുന്നത് ഫേണാണ്. ഈ ഫേൺ നല്ല തിക്കായിട്ട് എൻ്റെ പോട്ടിലുണ്ടായിരുന്നതാണ്. പിന്നെ ഓരോരുത്തർ വരുമ്പോൾ തിക്കായി കാണുമ്പോൾ നല്ല ഭംഗിയാണ് തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ അവർ ചോദിക്കും, അപ്പോൾ നമുക്ക് കൊടുക്കാതിരിക്കാനും പറ്റില്ലല്ലോ. അടുത്തതായി കാണുന്നത് സ്നേക്ക് പ്ലാന്റ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ അടുത്ത് നമ്മളൊരു പോട്ടിലൊരു ചെടി നടന്നത് അത് നല്ല തിക്കായിട്ട് കാണാൻ നമ്മൾ അത്രയും ആഗ്രഹത്തോടു കൂടിയായിരിക്കും നടണത്. അപ്പോൾ അത് വന്ന് മറ്റുള്ളവർ വന്ന് കാണുമ്പോൾ അവർക്ക് ആഗ്രഹം തോന്നും, അത് സ്വാഭാവികം. അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കും, നമ്മളതിന് കൊടുക്കും. അങ്ങനെ ആ പോട്ടിൻ്റെ ഒരു ഭംഗി ശരിക്കും പറഞ്ഞാൽ പോയി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ കാണുന്നത് ഈ മണി പ്ലാന്റ് ആണ്. അത് ലൈറ്റ് ലെമൺ യെല്ലോയാണ് കേട്ടോ ഇതിൻ്റെ ഷെയ്ഡ് വരണത്. ഈ പോത്തോസിൻ്റെ ഇതും അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഇതിനും കൊടുത്തതിനൊരു കൈയും കണക്കില്ല. അടുത്തതായിട്ട് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഗ്രീൻ ലീഫുമ വൈറ്റ് ഡോട്ട്സ് വരുന്നത് നല്ലൊരു പ്ലാന്റ് ആണ്. ഇത് ഒരുപാട് വലുപ്പം വെച്ചപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ രണ്ടാമതും അത് കിളിർത്ത് വന്നതൊക്കെന്താണ്. പിന്നെ ആന്തൂറിയം ആണ്. ഇവിടെ വെച്ചിരിക്കുന്നത് അഗ്ലോണിമ പിങ്ക് വെറൈറ്റി ആണ് കേട്ടോ. 3 എണ്ണം വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന മണി പ്ലാന്റ് ഇത് കുറച്ച് നാളായി ഞാൻ വെച്ചിട്ട്. അപ്പോൾ അത് ചുമരുമൊക്കെ പിടിച്ച് ആകെ നാശമായിരിക്കുകയാണ്. ഇത് കട്ട് ചെയ്യേണ്ട സമയം കഴിഞ്ഞിട്ടോ. കട്ട് ചെയ്യാനിട്ടാണ് ഇതിങ്ങനെ ഒരു കളർ ചേഞ്ച് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ സൈഡിൽ വെച്ചേക്കണ പ്ലാന്റ്സ് ഇതൊക്കെയാണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ ഡോറിൻ്റെ സൈഡിലായിട്ട് ഒരു ഫേൺ വെച്ചിട്ടുണ്ട്. ഈ ഫേൺ ബട്ടൺ ഫേൺ എന്നാണ് കേട്ടോ ഇത് അറിയണത്. ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ വളർന്നിട്ടുണ്ട്. കുറച്ചും കൂടിയും തിക്കായിട്ട് വളർന്നാൽ നല്ല ഭംഗി വരും കേട്ടോ. പക്ഷേ എൻ്റെ അടുത്ത് ഇത് പുറത്ത് വെച്ചേക്കണത് നല്ല കുറച്ചും കൂടി വലിപ്പമുണ്ട്, നീളമുണ്ട് ലീഫിനൊക്കെ. ഇത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അത്ര അങ്ങോട്ട് നീളമില്ല. പിന്നെ സെറ്റ് ചെയ്തേക്കണത് ഈ ഒരു ഫോട്ടോസാണ്. മണി പ്ലാന്റ് ഗ്രീൻ ലീഫിൽ വൈറ്റ് വരണ സൈസ് ഒരു മണി പ്ലാന്റാണിത്. ഇതൊരു ചെറിയൊരു ബാസ്ക്കറ്റ് പോലെ ഉള്ള പോട്ടിലാണ് ഈ മണി പ്ലാന്റ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതായിട്ടൊരു ഫിലോഡെൻഡ്രോൺ വെറൈറ്റി ആണ്. ഇതിപ്പോൾ ഒരു കോമൺ പ്ലാന്റ് ആണ്, എല്ലാവരുടെയും വീട്ടിലിപ്പോൾ കണ്ടുവരുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. പക്ഷേ അത് എത്ര വന്നാലും ഇൻഡോറായിട്ട് വെച്ചാൽ നല്ലൊരു ഭംഗി തരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. പിന്നെ ഈ കാണുന്നത് ബ്ലാക്ക് സീസി പ്ലാന്റ് ആണ്. ഇത് അത്യാവശ്യം തിക്കായിട്ട് വന്ന ഒരു പ്ലാന്റ് ആയിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ബേബി പ്ലാന്റ്സ് ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട് സെയിലിന് എടുക്കാനായിട്ട്. ബേബി പ്ലാന്റ്സ് ഒക്കെ മാറ്റി ഇപ്പോൾ ഇത്ര ഇതായിട്ട് വെച്ചേക്കണേ കേട്ടോ. നല്ല തിക്കിൽ വന്നിട്ടോ ഈ ബ്ലാക്ക് സീസി.
അടുത്തത് ഇത് ഒരു ലൈറ്റ് ബേബി പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു അഗ്ലോണിമ വെറൈറ്റി ആണ്. പിന്നെ കാണുന്നത് ഈ റെഡ് വെറൈറ്റി ആണ് കേട്ടോ. ഇതൊരു ചെറിയ തയ്യ ഞാൻ വാങ്ങിച്ച് പിടിപ്പിച്ചതാണ്. ഇപ്പോൾ നന്നായി വലുതായിട്ടുണ്ട് കേട്ടോ. നന്നായി വലുതാവുകയും ചെയ്ത് നല്ല റെഡ് കളറിൽ നല്ല ഭംഗിയുള്ളൊരു അഗ്ലോണിമ ആയിട്ടുണ്ട്. ഇത് അടുത്തൊരു അഗ്ലോണിമ വെറൈറ്റി ആണ്. ഈ അഗ്ലോണിമയുടെ പേര് ബിഗ് ബ്രോയി എന്നാണ് കേട്ടോ. അത്യാവശ്യം നല്ല തിക്കായിട്ട് വരുന്ന ഒരു നല്ലൊരു അഗ്ലോണിമ തന്നെയാണ് കേട്ടത്. അടുത്തത് ആന്തൂറിയം തന്നെയാണ് വെച്ചേക്കുന്നത്. ഈ ആന്തൂറിയത്തിൻ്റെ ഇല അധികം വലുതാവില്ല കേട്ടോ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ നല്ല തിക്കായിട്ട് തന്നെ ആന്തൂറിയം വരെയും ചെയ്യും. ഒരുപാട് തൈ പെട്ടെന്ന് പൊട്ടിമുളയ്ക്കുന്ന ഒരു ആന്തൂറിയാണ്. പിന്നെ ഈ കാണുന്നത് മണി പ്ലാന്റ് ചുരുട്ടി വെച്ചേക്കുന്നതാണ്. നമ്മുടെ സാധാ നോർമൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു മണി പ്ലാന്റ്. പക്ഷെ അതിങ്ങനെ വെച്ചിട്ട് ഭംഗിയുണ്ട് കേട്ടോ. ഒരു വൈറ്റ് പോട്ടിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ പോട്ടൊക്കെ കവർ ചെയ്ത് ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ദിവസത്തിൽ പകുതി നേരം വീട്ടിലുള്ളപ്പോൾ ഇങ്ങനെ ചെടിയുടെ അടുത്ത് ചെന്ന് നോക്കാറൊക്കെ ഉള്ള കാരണം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ തിക്കായിട്ട് കവർ ചെയ്ത് നിൽക്കണേ കൊണ്ട്. പിന്നെ അടുത്തത് കാണുന്നത് ഈ ബാമ്പു ആണ് കേട്ടോ. ഇത് ഫ്ലവർ ചെയ്യണ ബാമ്പു ആണ് കേട്ടോ. ഈ ബാമ്പുവിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഫ്ലവർ ചെയ്തപ്പോൾ ഉള്ളത്. ഇത് അടുത്ത് കാണുന്ന 2 അഗ്ലോണിമകളാണ്. ഇത് ഞാൻ സെറ്റ് ചെയ്ത് നട്ടിട്ട് അധികമായിട്ടില്ല, പിടിച്ച് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവിടെയാണെങ്കിൽ കുറച്ച് ആവശ്യത്തിനുള്ള തണലുണ്ട്. അപ്പം അങ്ങടേക്ക് എടുത്ത് വെച്ചേക്കണതാണ് കേട്ടോ. അപ്പോൾ ഈ സൈഡിലായിട്ട് ഇത്രയും ചെടികളാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അടുത്തതായിട്ട് സ്റ്റെപ്പിൻ്റെ അവിടെയായിട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ. സെനഡു എന്ന് പറഞ്ഞുള്ളൊരു ചെടിയാണത്. നല്ലൊരു ചെടിയാണ് കേട്ടോ. പിന്നെ മണി പ്ലാന്റും. ഇത് മിനിയേച്ചർ സിങ്കോണിയാണ്. ഇതിപ്പോൾ നട്ടിട്ട് അധികമായിട്ടില്ല. അതിൻ്റെ മദർ പ്ലാന്റിനെ കട്ട് ചെയ്ത് ഞാൻ നട്ടു കൊടുത്തേക്കുന്നതാണ്. പിടിച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് ഈ സ്റ്റെപ്പിൽ വെച്ചേക്കണത്. ഒരുപാട് സ്റ്റെപ്പിൽ വേണമെങ്കിൽ എനിക്ക് ഒരുപാട് ചെടി വെക്കാനുള്ള സ്പേസ് ഉണ്ട്. പക്ഷെ ഒരുപാട് അങ്ങോട്ട് വെച്ചിട്ടില്ല. കുറച്ച് സ്ഥലം എത്രയ്ക്കായാലും ഒരു ഗ്യാപ്പ് വേണമല്ലോ. പിന്നെ ഈ കാണുന്നത് അലോക്കേഷ്യ വെറൈറ്റികളാണ്. ഇൻഡോർ പ്ലാന്റ്സ് നമ്മുടെ വീടിൻ്റെ അകത്താണെങ്കിലും സിറ്റ് ഔട്ടിലാണെങ്കിലും സിറ്റ് ഔട്ടിലാണെങ്കിലും ഒരുപാട് നിറച്ച് വെക്കണതിനോട് ഒരു താല്പര്യമില്ല. ഇപ്പം എനിക്ക് ഈ വെച്ചേക്കണത് ഇച്ചിരി കൂടുതലാണോ എന്നൊരു സംശയമുണ്ട്. എന്നാലും അത്ര അധികമില്ല. പക്ഷെ നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ വലിപ്പം വെച്ച് ഇതൊരു അധികമായിട്ട് ഇപ്പം എനിക്ക് തോന്നണില്ല. തിക്ക് നിറച്ച് വയ്ക്കുമ്പോൾ ആ ചെടികളുടെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. ചിലവർക്ക് അത് ഇഷ്ടപ്പെടുമായിരിക്കും. ഇത് പിന്നെ കാണുന്നത് നല്ല സിങ്കോണിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കളർ സിങ്കോണിയ. ഇത് അടുത്തൊരു സിങ്കോണിയാണ്. എല്ലാവർക്കും സിറ്റ് ഔട്ട് പ്ലാന്റ് ടൂർ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം, കമൻറ്റും ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.